ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അറബിക് ഫുഡുമായിട്ടാണ്. വളരെ ടേസ്റ്റിയായ കബാലിയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് വളരെ ടേസ്റ്റിയായിട്ട് കബാലിയത്ത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കുക, ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പാനിലുള്ള ഓയിൽ ചൂടായി വരുമ്പോൾ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല സ്ലോയിൽ ഇളക്കിയാൽ മതി. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നിങ്ങനെ വഴന്ന് വരും. ഈ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്കിതൊരു ബ്രൗൺ കളറായി മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു 2-3 മിനിറ്റ് കൂടി ഇത് വഴറ്റി കഴിഞ്ഞാൽ ബ്രൗൺ കളറാവും. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒരു 4 പച്ചമുളകും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. പച്ചമുളക് നീളത്തിലരിഞ്ഞത് 4 എണ്ണം. ഇത് ഒരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കുക. കാരണം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നു, പച്ചമണമൊക്കെ മാറി. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1.5 ടീസ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കുക. അറബിക് മസാലയാണ് കബ്സ മസാല, സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന മസാലയാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഈ കബ്സ മസാല ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മാഗി ടേസ്റ്ററിൻ്റെ ക്യൂബ് ഉണ്ടല്ലോ, 1.5 ക്യൂബ് അതുകൂടി ഇതിലേക്ക് ചേർക്കുക. ചിലരിത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ആവാം. ഞാൻ ഡയറക്റ്റ് ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 കിലോ ചിക്കനാണ് ഞാൻ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുകയാണ്. ഉള്ളി നന്നായിട്ട്, മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്തു. ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നെങ്കിൽ പെട്ടെന്ന് എല്ലായിടത്തേക്കും അത് മിക്സായിട്ട് കിട്ടും. ഓക്കെ, ചിക്കൻ വേവാനും എളുപ്പമാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അതൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എല്ലായിടത്തേക്കും അത് മിക്സായിട്ട് വന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. ഓക്കെ, അങ്ങനെ മൂട് അടച്ച് വെച്ച് 10 നേരം ഇത് വേവിച്ചു. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറന്ന് നോക്കുക. തുറന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 2 ചെറുനാരങ്ങയുടെ നീര്, ലെമൺ ജ്യൂസ് ഒരു 2 ചെറുനാരങ്ങയുടെ ഇത് കൂടി ആഡ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെക്കുക. അടച്ച് വെച്ച് വീണ്ടും അത് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ചിക്കൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കവും 1 ക്യാരറ്റും, കുറച്ച് വലിപ്പമുള്ളത് തന്നെ ആയിക്കോട്ടെ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുക. മസാല എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. കാരണം ഈ ഇട്ടിരിക്കുന്ന ക്യാപ്സിക്കവും അതേപോലെ തന്നെ ക്യാരറ്റും ഒന്ന് സോഫ്റ്റായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൗഡർ, പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പെപ്പർ പൗഡർ കുറച്ചൊരു എരിവും ഉണ്ടാവും, അതേപോലെ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കബാലിയത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കിത് അടുപ്പിൽ നിന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കാരണം ഇനി നമുക്ക് കബാലിയത്തിൻ്റെ റൈസ് ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കബാലിയത്തിൻ്റെ മസാല നമ്മൾ ഇവിടെ മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ആദ്യം തന്നെ എടുക്കുക. അത് ചൂടാക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ഏലക്കായി
ഒരു 2 കഷ്ണം കറുവാപ്പട്ട, 3-4 ഗ്രാമ്പു ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇത് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 5 കപ്പ് അരിയാണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.25 കപ്പ് വെള്ളം. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ചേർത്തിരിക്കുന്ന പോലെ തന്നെയുള്ള കബ്സ മസാല പൗഡറുണ്ട്, കബ്സ മസാല പൗഡർ. ഈ കബ്സ പൗഡർ 1 സ്പൂണ് ഇതിൽ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ്. പിന്നെ അതിലേക്ക് 1 മാഗിയുടെ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചൂടായതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും 1 ടീസ്പൂണ് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. എല്ലാം ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുകയാണ്. ഉപ്പ് അവരവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരിയുണ്ട്. ഈ അരി 5 കപ്പ് അരിയാണ്. ഈ അരിയും കൂടി ചേർക്കുക. ഈ അരി ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം ഇത് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഈ വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കബാലിയത്തിൻ്റെ മസാല ഒരു 2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മതി, അല്ലെങ്കിൽ 2 ടീസ്പൂണ് അത്രേ വേണ്ടുള്ളൂ, കൂടുതലാവരുത്. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് എല്ലായിടത്തും അത് മിക്സ് ചെയ്യുക. കാരണം ആ ചോറിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവും. ഇതുപോലെ കയ്യിൽ ഉപയോഗിച്ച് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കബാലിയത്തിൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ കബാലിയത്ത് നമ്മൾ സെർവ് ചെയ്യുന്നത് റൈസ് വേറെ മസാല വേറെ ആയിട്ടാണ്. ഓക്കെ, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കണ്ടോ, ഇതാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.